ഗൾഫിൽ ബലിപെരുന്നാൾ പ്രഖ്യാപിച്ചതോടെ നീണ്ട അവധി ദിനങ്ങൾക്കാണ് ഇനി 6 ഗൾഫ് രാജ്യങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വിമാന സർവീസ് തുറന്നാൽ നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ പ്രവാസി കുടുംബങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. വിമാനവിലക്ക് സംബന്ധിച്ച അനിശ്ചിതത്വം ഉടൻ മാറുമെന്ന പ്രതീക്ഷയിലാണിവർ. ഗൾഫിൽ ബലിപെരുന്നാൾ പ്രഖ്യാപിച്ചതോടെ നീണ്ട അവധി ദിനങ്ങൾക്കാണ് ഇനി 6 ഗൾഫ് രാജ്യങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. യുഎയിൽ വാരാന്ത്യ അവധി ദിനങ്ങൾ കൂടി കണക്കാക്കിയാൽ 6 ദിവസമായിരിക്കും ഈ അവധി. ഒമാനിൽ അവധി 9 ദിവസം കിട്ടും. ഗൾഫിലെ സ്കൂളുകൾ വേനൽക്കാലാവധിയിലാണെങ്കിലും കുടുംബത്തിലെ കുട്ടികളല്ലാത്തവർക്ക് ഇങ്ങനെ തുടർച്ചയായ അവധി ദിനങ്ങൾ കിട്ടുന്നത് അപൂർവമായാണ്. ഇത്തവണ യുഎയിൽ 4 ദിവസമാണ് ബലിപെരുന്നാൾ അവധി. വാരാന്ത്യ അവധി ദിനങ്ങൾ കൂടി കണക്കാക്കിയാൽ 6 ദിവസമായിരിക്കും ഈ അവധി. എല്ലാ മന്ത്രാലയങ്ങൾക്കും ഫെഡറൽ ഏജൻസികൾക്കും ജൂലൈ 19 മുതൽ 22 വരെയാണ് അവധി ലഭിക്കുക. ജൂലൈ 25 ഞായറാഴ്ച മുതലാണ് സർക്കാർ ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കുക. യുഎയിൽ പൊതു സ്വകാര്യ മേഖലകൾക്ക് ഇതുപോലെ അവധി ലഭിക്കും. എന്നാൽ ശനിയാഴ്ച അവധിയില്ലാത്തവർക്ക് ആകെ അവധി 5 ദിവസമായിരിക്കും കിട്ടുന്നത്. ഒമാനിലും ബലിപെരുന്നാൾ അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജൂലൈ 18 മുതൽ 22 വരെ പൊതു അവധിയായിരിക്കും. വാരാന്ത്യ അവധി ദിനങ്ങൾ ഉൾപ്പെടെ 9 ദിവസം ഒമാനിൽ തുടർച്ചയായി അവധി ലഭിക്കും. ജൂലൈ 25 ഞായറാഴ്ച ഓഫീസുകളും മറ്റും പ്രവർത്തനം പുനരാരംഭിക്കും. ജൂലൈ 20 ഗൾഫിൽ ബലിപെരുന്നാൾ, 19 അറഫ ദിനം ആചരിക്കും. അതേസമയം വിമാന സർവീസ് തുറന്നാൽ നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ പ്രവാസി കുടുംബങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. വിമാനവിലക്ക് സംബന്ധിച്ച അനിശ്ചിതത്വം ഉടൻ മാറുമെന്ന പ്രതീക്ഷയിലാണവർ. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.